ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നമ്മുടെ മനസ്സിന്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോട് വെറുപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന, നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ, നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കലഹങ്ങൾ ഉണ്ടായി നിങ്ങൾ അവരും തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനും തിരിച്ചു വന്ന് നിങ്ങളോട് അത്രയും സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണ്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ, പാരൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അതുപോലെ അല്ലെങ്കിൽ ലവേഴ്സ്, റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതോടൊപ്പം നമ്മളൊരു ചെറിയൊരു താന്ത്രികം കൂടെ യൂസ് ചെയ്യും. അതായത് ഈ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിൻ്റെതായ ഒരു പവറുണ്ട്. അത് നമ്മൾ ഈ ജ്യോതിഷ പ്രകാരമൊക്കെ ചെറിയ ചെറിയ നമ്മൾ ഒരു താന്ത്രികം കൂടെ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനോടെ മിക്സ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. മൊത്തത്തിൽ എല്ലാം ഈ മനസ്സിന്റെ പവർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു താന്ത്രികം കൂടെ എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു മൈൻഡിന് ഒരു പവർ കൊടുക്കുന്നു നമ്മൾ എന്നേ ഉള്ളൂ. പിന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കണം നേരത്തെ. അതും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാം. നമ്മളിപ്പം വഴിയിലൊക്കെ വെച്ച് കണ്ടുമുട്ടി അവരോട് സംസാരിച്ച് അവരുടെ ഓർമ്മയിൽ നമ്മളും നമ്മുടെ ഓർമ്മയിൽ അവരും ഇരിക്കണം. അതായത് അറിഞ്ഞിരിക്കണം, കുറച്ചെങ്കിലും സംസാരിച്ചിരിക്കണം. അല്ലാതെ ഒരു കണക്ഷൻ ഇല്ലാത്തവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് മെയിനായിട്ട് ലവേഴ്സിന് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ്, സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക്, ഡിവോഴ്സ് അങ്ങനെയൊക്കെ പോയിരിക്കുന്നവർക്കും ഇത് യൂസ് ചെയ്യാം. അതുപോലെ അൺബ്ലോക്ക് ആയിട്ടിരിക്കുന്നവർക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ വൺ സൈഡ് ലവ് ആയവർക്കും യൂസ് ചെയ്യാം. കാരണം അവർ തമ്മിൽ എന്തെങ്കിലും അതിന് മുമ്പേ ലവ് ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെല്ലാം തന്നെ നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പലരും വന്ന് ചോദിക്കാറുണ്ട്, ആൾറെഡി മാരീഡ് ആയവർക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ വേറൊരു ലവിൻ്റെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെയെല്ലാം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫ്രഷായിട്ട് ആ വ്യക്തികൾക്ക് വേറൊരു റിലേഷൻഷിപ്പോ ഇല്ലോ ലവറോ ഒക്കെ ഉണ്ട്, മാരീഡ് ആണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾ അട്രാക്ട് ചെയ്ത് ഒരാളെ എടുത്താലും നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പല ദുഃഖങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെല്ലാം നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഏത് ആഴ്ച വേണമെങ്കിലും തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പീരീഡ്സ് ടൈമിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഈ പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമായ സിറ്റുവേഷൻസിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ സമയം പറയുന്നത്. ഇല്ല, എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിലൊരു താന്ത്രികം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി കുളിച്ചിട്ട് ചെയ്യാൻ തന്നെ പാടുണ്ടോ, കുളിക്കാതെ ചെയ്യാമോ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നെഗറ്റീവ് മൈൻഡായിട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഒരു വ്യക്തി അട്രാക്ട് ചെയ്യുന്ന ആ വ്യക്തിയെക്കുറിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഇല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് വിചാരിച്ചുകൊണ്ടോ ഇല്ല സങ്കടപ്പെട്ടുകൊണ്ടോ നിങ്ങളും അവരും തമ്മിൽ നടന്ന വഴക്ക് കൂടിയതൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രം ചെയ്യാതിരിക്കുക. അല്ലാതെ നിങ്ങൾ ഫ്രീ മൈൻഡായിട്ട് നല്ലത് മാത്രം ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വർക്കൗട്ട് ആകും. പിന്നെ കുറച്ച് പേർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് അസ്ട്രോളജി പ്രകാരം ചെയ്യുന്നതാണ്, താന്ത്രികം ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നോൺ വെജ് കഴിക്കാമോ, ഇന്ന കഴിക്കാതിരിക്കാമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഞാൻ ആൾറെഡി പറയുന്നു, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ 6 ഏലക്ക വേണം. ഏലക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിങ്ങനെ പൊടിഞ്ഞത്, അതിൻ്റെ അല്ലി, അതിനകത്തുള്ള കുരു എല്ലാം പുറത്ത് വന്ന് അതൊന്നും എടുക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഏലക്ക 6 എടുക്കുക. പിന്നെ ഒരു ചെറിയ പേപ്പർ, അതും പ്ലെയിൻ പേപ്പർ എടുക്കുക, വരകളൊന്നും ഇല്ലാത്ത എഴുതാത്ത ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു പെന്നാണ്. പിന്നെ ഇതിന് വേണ്ട പെൻ എന്താന്ന് വെച്ചാൽ റെഡ് കളർ പെൻ എടുക്കുക. ഈ റെഡ് കളർ എന്തിനു എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ലവേഴ്സ് റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നിട്ട് നിങ്ങളൊരു ബ്രേക്കപ്പ്, ബ്ലോക്ക് അല്ലെങ്കിൽ സെപ്പറേഷൻ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസിൽ ഇരിക്കുന്നവരാണെങ്കിൽ വീണ്ടും റീയൂണിയൻ ആകാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ റെഡ് കളർ തന്നെ എടുക്കുക. അതായത് റെഡ് കളർ എന്ന് പറയുമ്പോൾ റെഡ് കളർ പെൻ എടുക്കാം, സ്കെച്ച് എടുക്കാം, പെൻസില്, റെഡ് കളർ പെൻസില്, റീഫിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ബ്രേക്കപ്പ് ഒന്നും ഇല്ല, ഞങ്ങൾ ഓക്കെ ആണ്, പക്ഷേ ഒരു പഴയ ഒരു ബോണ്ട്, അത്രയും ഒരു സ്ട്രോങ് ആയ ബോണ്ട് എനിക്ക് വേണം, ഞങ്ങൾ ആൾറെഡി സ്മൂത്തായിട്ട് തന്നെ പോകുന്നു, എങ്കിലും കുറച്ചുകൂടെ നമ്മൾ നല്ല ക്ലോസ് ആവണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ പെന്ന് അല്ലെങ്കിൽ ബ്ലൂ കളർ പെന്ന് എടുക്കാം. ഇനി നമ്മൾ ഈ മെത്തേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ യാതൊരുവിധ ഡിസ്റ്റർബൻസിൽ, ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങളിത് തന്നെ കേട്ട് ബോറടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിലും പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ യാതൊരുവിധ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുക. കാരണം പ്രത്യേകിച്ചും നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നോ അവർ ഇതൊന്നും കാണാൻ പാടില്ല, അറിയാനും പാടില്ല. സോ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ സ്ഥലം തിരഞ്ഞെടുത്തിട്ട് നിങ്ങളൊരു ചെറിയ ഒരു പേപ്പർ, ചെറുത് മതി, അങ്ങനെ വലിയ പേപ്പറൊന്നും വേണ്ട, ഒരു ചെറിയ പേപ്പർ എടുക്കുക, പെന്നും ഞാൻ പറഞ്ഞ ഈ സാധനം ഏലക്കൊക്കെ കരുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ
ഒരു 5 ടൈംസ് എങ്കിലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ താഴേക്ക് വിടുക. അപ്പോൾ നമ്മളൊന്ന് നോർമലാവും. നമ്മൾ എത്ര പ്രശ്നങ്ങളിലൊക്കെ ഇരുന്നാലും ഒന്ന് കാമാവും നമ്മുടെ മൈൻഡ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് റീച്ച് ആവും. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒന്നായിരിക്കും, ചെയ്യുന്നത് ഒന്നായിരിക്കുമ്പോൾ നമുക്ക് വർക്കൗട്ട് ആകില്ല. എന്നിട്ട് നമ്മളെല്ലാം ഇതൊക്കെ വെറുതെയാണ്, ഇതിലൊന്നും ഒരർത്ഥമില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെയാണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ 2 പുരികങ്ങളുടെ മധ്യത്തിലായി നോക്കുക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഇനി ചിലർക്കൊക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എനിക്ക് വരില്ല, അവരുടെ മുഖം വരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ ആ വ്യക്തിയുടെ എനർജിയെ കൊണ്ടുവരിക. എന്നിട്ട് ആ പേപ്പറിൽ ആ വ്യക്തിയുടെ പേരെഴുതണം. നമ്മൾ നെയിം, നിങ്ങൾ ഇനി നെയിം എങ്ങനെയാണ്, പൂർണ്ണമായ പേരെഴുതണോ ഇല്ല നിങ്ങൾ വിളിപ്പേര് എഴുതണോ, അങ്ങനെ നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന പേര്. ഇപ്പം നിങ്ങൾ അതിനൊരു ഷോർട്ട് നെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ 11 പ്രാവശ്യം ആ വ്യക്തിയുടെ പേരെഴുതുക. പേരെഴുതിയതിന് ശേഷം ഇപ്പം നെയിം എഴുതി, ഉദാഹരണം രമേശ് എന്ന് പറഞ്ഞ് എഴുതിക്കോളൂ. രമേശ് എന്ന് പറഞ്ഞ് എഴുതി എങ്കിൽ അതിനടുത്തായിട്ട് വസി വസി എന്ന് എഴുതണം. ഈ വസി വസി മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം, ഏത് ഭാഷയിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിലും എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതി. ഈ വസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മറ്റുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് വസി. വശീകരണം ചെയ്യുന്നതിൻ്റെ അതിൽ നിന്ന് വരുന്നതാണ് ഈ വസി. അപ്പം ആ വ്യക്തിയുടെ നിങ്ങൾ ഏത് പേരാണോ ഉദ്ദേശിക്കുന്നത് ആ പേര് എഴുതിയിട്ട് അതിനടുത്തായി വസി വസി എന്ന് 2 പ്രാവശ്യം എഴുതുക. ഇഷ്ടമുള്ള ലാംഗ്വേജിൽ എഴുതുക. അപ്പോൾ ഇത് എഴുതുന്നതല്ല നിങ്ങളൊരു കാണാപ്പാഠം പഠിച്ച്, അതായത് അയാളുടെ നെയിം എഴുതുന്നു, വസി വസി വസി, ഞാൻ വശീകരണം ചെയ്യുന്നു, അങ്ങനെയല്ല. അതായത് നമ്മൾ വെറുതെ എഴുതുന്നതല്ല, അത് നമ്മൾ ഉണർന്ന് എഴുതണം. ആ ഒരു ഫീല് കൊണ്ടുവരണം. ആ വ്യക്തിയെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, ആ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇനി കോൾ വരേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജിന് വേണ്ടി അത്രയും ആഗ്രഹിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ആ വ്യക്തിയുടെ മുഖം നമ്മൾ അത്രയും ഫീൽ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. എന്നിട്ട് ആ വ്യക്തിയെ നമ്മൾ വശീകരണം ചെയ്യുന്നതിൻ്റെ ആ ഒരു കോഡാണ് നമ്മൾ എഴുതുന്നത്. സോ ആ ഒരു ഫീല് കൊടുത്ത് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ആ ഫീല് കൊടുത്ത് നിങ്ങളൊരു 11 പ്രാവശ്യവും അതേ സെയിം ഫീല് കൊടുത്തെഴുതുക. ഞാൻ വീണ്ടും പറയുന്നു, ആ എനർജീസ് ഒന്നും ചിന്തിക്കാതിരിക്കുക. അവരിൽ നിന്ന് ഇനി എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് ഇനി വേണ്ടത് അവർ ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്, അവരിൽ നിന്നുള്ള മെസ്സേജാണ്. സോ ആ ഒരു ഫീല് മാത്രം കൊടുത്ത് നിങ്ങൾ ഫീൽ ചെയ്ത് എഴുതുക. ഇങ്ങനെ നിങ്ങൾ 11 തവണ നമ്പർ ഇട്ട് ഇങ്ങനെ എഴുതി തീർത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ പേപ്പറിനെ അങ്ങനെ വെച്ചിട്ട് ഈ ഏലക്കായ നിങ്ങൾ വലത് കയ്യിൽ എടുക്കുക. വലത് കയ്യിൽ തന്നെ എടുക്കുക. എടുത്തിട്ട് ആ വലത് കൈ ഇങ്ങനെ മൂടുക. അതിനുശേഷം നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ പേരുണ്ടല്ലോ, നെയിം എന്ന് എഴുതിയിട്ട് വസി വസി എന്ന് എഴുതി വെച്ചിരിക്കുന്നതിനെ വായിക്കുക. നിങ്ങൾ 11 പ്രാവശ്യം ആ നെയിമും, ഇപ്പം രമേശ് ആണെങ്കിൽ രമേശ് വസി വസി, രമേശ് വസി വസി, ആ ഫീലോടെ ആ വ്യക്തിയും നിങ്ങളുമായിട്ട് സംസാരിച്ച് എങ്ങനെ ഇരിക്കും അത്രയും ഒരു ഹാപ്പി ഫീലോടെ നിങ്ങൾ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ പേപ്പറിനെ നിങ്ങൾ മടക്കി, എങ്ങനെ വേണമെങ്കിലും മടക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കാം. മടക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സിലോ എന്തിലെങ്കിലും ഒന്ന് അടച്ചു വെക്കുക. അത് അടച്ചു വയ്ക്കുമ്പോൾ ഈ ഏലക്കയും കൂടെ അതിനകത്തിട്ട് ആ പേപ്പറിനോടൊപ്പം ചേർത്ത് നിങ്ങൾ അതിനെ അടച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 11 ദിവസം ചെയ്യണം. ഈ ടെക്നിക്ക് 11 ദിവസം ചെയ്യേണ്ടതാണ്. നെയിമും 11 പ്രാവശ്യം എഴുതണം, ദിവസവും 11 ദിവസം ചെയ്യണം. പക്ഷേ ഈ ഏലക്കയെ മാത്രം നിങ്ങൾ ഈ 6 ഏലക്ക തന്നെ ഈ 11 ദിവസവും യൂസ് ചെയ്താൽ മതി. അതായത് നാളെ ഇനി അടുത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ഏലക്കയെ ആ ടിഫിൻ ബോക്സിൽ നിന്ന് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇതുപോലെ എടുത്ത് അടുത്ത് വച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആ പേപ്പറിൽ വീണ്ടും നിങ്ങൾ 11 പ്രാവശ്യം ആ വ്യക്തിയുടെ പേരെഴുതി വസി വസി എന്ന് എഴുതുന്നു. വീണ്ടും ഈ ഏലക്ക കയ്യിലെടുത്ത് വെച്ച് നിങ്ങൾ നെയിം എഴുതി വസി വസി എന്ന് പറഞ്ഞതിനെ 11 പ്രാവശ്യം വായിക്കുന്നു. എന്നിട്ട് വീണ്ടും ആ പേപ്പറിനെ ആ ടിഫിൻ ബോക്സിൽ വെക്കുന്നു, ഈ ഏലക്കയും ഇടുന്നു. ഇതുപോലെ ഡെയിലി ചെയ്യുക. അതായത് ഈ ഏലക്ക എന്നും എഴുതാൻ നേരത്ത് എടുത്ത് വെച്ച് നിങ്ങൾ എഴുതുന്നു. ഈ പേപ്പർ മാത്രം 11 ദിവസം ആഡായിക്കൊണ്ടേയിരിക്കും. ഈ ഏലക്ക എഴുതുന്ന സമയത്ത് എടുക്കുന്നു, ചെയ്യുന്നു, വീണ്ടും അതിലിടുന്നു. ഇതാണ് അതിൻ്റെ പൂർണ്ണമായ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. കണ്ടിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പേപ്പറിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഉടനെ നിങ്ങൾ അതിനെ എരിക്കണം, നശിപ്പിക്കണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്തോ ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പേപ്പറുകളെയും ഈ ഏലക്കയും എടുത്ത് ഒന്നുകിൽ എരിച്ചു കളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളമൊക്കെ ഉണ്ടല്ലോ, വെള്ളത്തിലൊക്കെ അങ്ങനെ നന്നായിട്ട് കുനുകുന കീറിയിട്ട് അതിൽ അങ്ങനെ ഒഴുക്കി വിടാം. അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കതിനെ ഇല്ലാതാക്കാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരേ ടൈമിൽ ചെയ്യാൻ നോക്കുക. ഈ 11 ദിവസവും നിങ്ങളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ കിടക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുക. ഇല്ല നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റാണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യുക. അതും അല്ലെങ്കിൽ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ മാത്രം അല്ലാത്ത ടൈമിൽ ചെയ്യുക. നമ്മൾ ഒരേ ടൈമിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് വർക്കൗട്ട് ആകുന്നത്.
ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്തിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഇത് ഞാൻ ഇന്ന് ചെയ്തു, ഇതെല്ലാം ചെയ്തു, പേപ്പർ ഏലക്ക എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്, ഉടനെ എനിക്കിനിപ്പോൾ മെസ്സേജ് വരും എന്ന് പറഞ്ഞ് ആ ഫോണും എടുത്ത് മെസ്സേജ് നോക്കി ആ വ്യക്തിയെ ഇങ്ങനെ ചിന്തിച്ച് ചേസ് ചെയ്ത് ഇപ്പോൾ വിളിക്കോ, ഇന്ന് വിളിക്കോ, എങ്ങനെ വിളിക്കോ, വിളിക്കോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. എങ്കിൽ അത് വർക്കൗട്ട് ആകില്ല. ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ മെത്തേഡ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോൾ ഇങ്ങനെ ലെറ്റ് ഗോ ചെയ്യുന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ മെസ്സേജ് വരും. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്തോ ആ വ്യക്തി നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അടുത്തുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കി ചേസ് ചെയ്ത് അവരിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ, ആ വ്യക്തി എന്നെ നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ നോട്ട് ചെയ്തിരിക്കരുത്. അതുമാത്രമല്ല ഞാനിങ്ങനെ ചെയ്തു, അതുകൊണ്ട് ആ വ്യക്തിയിൽ ഒരു മൈൻഡിൽ ചേഞ്ച് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങളായിട്ട് പോയി വലിഞ്ഞു കയറി ചെന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 11 ദിവസമൊന്നും പോകേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് മുമ്പ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. 11 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങളിപ്പം ഉടനെ എനിക്ക് നേരത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യുകയും വേണ്ട. 11 ദിവസം മസ്റ്റായിട്ട് ചെയ്യുക. ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ചെയ്യുന്ന കാര്യം, ഞാൻ ആ ടെക്നിക്ക് ചെയ്തു, ഈ ടെക്നിക്ക് ചെയ്തു, എല്ലാ ടെക്നിക്കും ചെയ്തു, എനിക്ക് ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, ഇതൊക്കെ വെറുതെ ആണെന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്താലും ലെറ്റ് ഗോ ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.